നമസ്കാരം. കഴിഞ്ഞ ദിവസം അയോധ്യയിലെ വിവിധ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും അവിടുത്തെ വീട്ടമ്മമാരോട് സംസാരിക്കുന്നതും അവർ പ്രധാനമന്ത്രിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നതുമൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ വല്ലാതെ വൈറലായിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണാധികാരി ഒരു സാധാരണ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അയോധ്യയിലെ PM ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം വൈദ്യുതീകരിച്ച എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ചെറിയ വീട്ടിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എത്ര ലാഘവത്തോടെയാണ് ഒരു വീട്ടിലേക്ക് പ്രധാനമന്ത്രി കടന്നു ചെല്ലുന്നതും അദ്ദേഹത്തെ കണ്ട് ആ വീട്ടമ്മമാർ അന്താളിക്കുന്നതുമൊക്കെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തി എന്നതിലുപരി, ഒരു ഭരണാധികാരി എന്നതിലുപരി, ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, സാധാരണക്കാരെ പോലെ പെരുമാറുന്ന, സാധാരണക്കാരെ പോലെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ആണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി. ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ആ സിംപ്ലിസിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റത്തിലെ ആ ഒരു ലാളിത്യം അതാണ് പ്രകടമാകുന്നത്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലായിടത്തും ബന്ദോബസ്താക്കി ഒരു ബസ്സിനുള്ളിൽ ഗ്ലാസ് ഇട്ടിരുന്നു കൊണ്ട് ആൾക്കാരെ വേലിക്കപ്പുറത്ത് ആളുകൾ നിൽക്കുന്നു, മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇപ്പുറത്ത് നിൽക്കുന്നു, കൈവീശി കാണിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്ന അവസരത്തിൽ ഒരു സാധാരണ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അവിടുത്തെ വീട്ടമ്മമാരും അവിടുത്തെ സാധാരണക്കാരുമായി സംവദിക്കുകയും അവർ ഉണ്ടാക്കി കൊടുക്കുന്ന ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാഴ്ച, ഇതിനു മുൻപ് ഒരു നഴ്സറിയിലേക്ക്, കൊച്ചുകുട്ടികളുടെ ഒരു നഴ്സറിയിലേക്ക് പ്രധാനമന്ത്രി കടന്നു ചെല്ലുന്നതും അവർ ചിത്രം വരയ്ക്കുന്നത്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരെ അഭിനന്ദിക്കുന്നതും ഒക്കെ ഇതുപോലെ തന്നെ വൈറലായ മറ്റൊരു വീഡിയോയാണ്. ഇതിലൂടെയൊക്കെ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ തന്നെ ഒരു സന്ദേശം നൽകുന്നത്, എത്ര ലാളിത്യത്തോടെ പെരുമാറുന്ന ഒരു ഭരണാധികാരിയാണ് ഭാരതത്തിന് ഉള്ളത് നരേന്ദ്രമോദിയെപ്പോലെ. ഇതിനു മുൻപും പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുമായി സംവദിക്കുന്ന അല്ലെങ്കിൽ സംവദിച്ച പ്രധാനമന്ത്രിമാരെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാകില്ല. പണ്ട് APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരുന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ കുട്ടികൾക്കിടയിലേക്കും സാധാരണക്കാർക്കിടയിലും ഒക്കെ ഇറങ്ങിച്ചെല്ലുന്ന ആ ലാളിത്യത്തിൻ്റെ ആ ഒരു പരിവേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഇതാ ഒരു ഭരണാധികാരി, ഒരു പ്രധാനമന്ത്രി ജനങ്ങൾക്കിടയിലേക്ക് സാധാരണക്കാരനായി ഇറങ്ങിച്ചെല്ലുന്നു, സാധാരണക്കാരനായി അവർക്കിടയിൽ ജീവിക്കുന്നു. അവരെ പോലെയാണ് താൻ, സാധാരണ ഒരു ഇന്ത്യക്കാരനെ പോലെയാണ് താൻ എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നു. അത് ആ ലാളിത്യത്തിൻ്റെ ലക്ഷണമാണ്. അതാണ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടത്, നമ്മൾ കാണുന്നത്. ഇതൊരു സന്ദേശമാണ്. ഒരു ഭരണാധികാരി, വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, ജനങ്ങളുമായി സംവദിക്കാനും ജനങ്ങളുമായി വർത്തമാനം പറയാനും ഒക്കെ ഭരണാധികാരികൾ ഓടിയെത്തുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. സാധാരണ സൈക്കിളിൽ പോകുന്ന പ്രധാനമന്ത്രിയുണ്ട്, നടന്ന് ഓഫീസിലേക്ക് പോകുന്ന പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ ആയിരക്കണക്കിന് ആളുകളുടെ സുരക്ഷാ കവചത്തിന് നടുവിൽ നിന്നുകൊണ്ടുള്ള പ്രധാനമന്ത്രിമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും നൂറുകണക്കിന് വാഹനങ്ങളും അതുപോലെയുള്ള സുരക്ഷാ കവചവുമാണ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങളാണ് എന്നെ സംരക്ഷിക്കേണ്ടത്, ജനങ്ങൾ എന്നെ സംരക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രി EK നായനാരെയും നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളാണ് എനിക്കെല്ലാം, ഞാനാണ് അവർക്കെല്ലാം, എന്നെ അവർ സംരക്ഷിച്ചുകൊള്ളും, ഞാൻ അവരെ സംരക്ഷിക്കും എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.